എപ്പോഴെങ്കിലും അവൾ വരാതിരിക്കില്ലെന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇരുട്ടുന്നവരെ 7 മണിയായപ്പോൾ അതെന്റെ സൂസൻ തന്നെ എനിക്ക് ഉറപ്പായി. ഞാൻ പിന്നാലെ ചെന്നു. ആരാ? നിങ്ങൾക്ക് പോവാം. ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. സൂസൻ, എന്റെ ഹർഷേട്ടൻ തന്നെയാണോ ഇത്? സൂസൻ, എവിടെയായിരുന്നു ഇത്ര നാളും? എന്നിട്ട് എവിടെയാ പോയത്? എന്താ ഉണ്ടായത്? ചതിച്ചതാണ് സൂസൻ. ചാർലി ചതിച്ചതാ. നേരോ? അവൻ എന്ത് ചെയ്തു? ഭ്രാന്തായിരുന്നു. ഒന്നും ഓർമ്മയില്ലായിരുന്നു. ചാർലി തടവിലിട്ടതാ. ഒരുപാട് ദൂരെ, മൈസൂരിൽ ഭ്രാന്താശുപത്രിയിൽ. സൂസൻ, ഇനി കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എത്ര നാളായി എന്റെ പൊന്നെ. സൂസൻ, സൂസനല്ല എന്ന് ഞാൻ അറിയാം. ഒന്നും എന്നോട് പറയരുത്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ കുഞ്ഞെവിടെ? അവൻ സുഖമായിരിക്കുന്നു. എവിടെയാണ്? ഇവിടെയില്ല, സ്കൂളിൽ ഹോസ്റ്റലില്ല. ഞാനവനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഹർഷേട്ടൻ ഇരിക്കൂ. ഹർഷേട്ടന് തരാൻ ഇവിടെ ഒരു ചായ ഉണ്ടാക്കട്ടെ. ഇരിക്കൂ ഹർഷേട്ടാ, ഇരിക്കൂ. ഹർഷേട്ടൻ ഇവിടെ ഇരിക്കണ്ട, ആ റൂമിലേക്ക് പോകും. പോകൂ ഹർഷേട്ടാ. ഇതുവരെ റെഡി ആയില്ലേ? 7:00 ഞാൻ വരും നിന്നല്ലേ പറഞ്ഞിരുന്നാണല്ലോ. ഇന്ന് എനിക്ക് പറ്റില്ല. മണി പൊയ്ക്കോ. എന്തു പറ്റി? സുഖമില്ലേ? ആ, എനിക്ക് നല്ല സുഖമില്ല. അതൊന്നും സാരമില്ല. നേരത്തെ പരിചയമുള്ള പാർട്ടിയല്ലേ. വന്നൊന്ന് മുഖം കാണിച്ചൊന്ന് തൊട്ടും പിടിച്ചോ കൊടുത്തിട്ടെങ്കിൽ പോന്നാ മതി. പിണക്കാൻ പറ്റുന്ന പാർട്ടിയല്ലല്ലോ. ഒരാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയതാ. തിരിച്ചുപോയി എനിക്ക് ആളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഡ്രസ്സി, ഞാൻ ഇവിടെ ഇരിക്കാം. മണി പോകും. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനാ? എന്റെ വാക്കിൽ ഒരു വിലയില്ലേ? അവിടെ വരെ ഒന്ന് വന്നിട്ടെങ്കിൽ പോരെ. ഞാൻ വരില്ല. മണി നിൽക്കണ്ട. ഇതെന്തോ പറ്റി? അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇച്ചിരി നേരം മാറിയിക്കാം. അല്ലെങ്കിൽ പോയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. വേണ്ട, പോയാ മതി. വലിയ ചതി വായിപ്പോയി. ഞാൻ പോയി വേറെ ആളെ നോക്കാം. അല്ലാതെ ഇപ്പൊ നാളെ കോഴിക്കോട്ട് നിന്ന് സേട്ട് ചിലപ്പോ വന്നേക്കും. അന്ന് അവിടെ ഞാൻ ഇവിടെ എത്തി ഇവരെ അറിയിക്കും. ഹർഷേട്ടൻ പൊയ്ക്കോ. ഈ വീട്ടിൽ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. നീ എന്താ പറയുന്നത്? നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ മകനെയും കൂട്ടി അകലെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. നമുക്ക് ഇറങ്ങാം സൂസൻ. ഇല്ല, സൂസൻ ഇനി ഹർഷനും ഒത്തര ജീവിതമില്ല. അത് നീ പറയരുത്. ഒരവസരം കൂടി. നീ എനിക്ക് മാപ്പ് തരണം. എനിക്കല്ലേ മാപ്പ് തരേണ്ടത്? ഞാനല്ലേ നശിച്ചത്? ഞാനല്ല നശിപ്പിച്ചത്. അങ്ങനെ പറയല്ല. എന്ത് സംഭവിച്ചാലും എനിക്ക് നീ എന്റെ പഴയ സൂസൻ തന്നെയാണ്. ഇല്ല, ഹർഷേട്ടന്റെ സൂസൻ അല്ല ഞാൻ. ആ സൂസൻ ഇന്നില്ല. ഇന്ന് ഞാൻ കുമുദമാണ്. പല പുരുഷന്മാരുടെ കൂടെ കിടക്ക പങ്കിടുന്ന വേശ്യ. ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്ലീസ്. ഈ വീട്ടിൽ പോലും ഹർഷേട്ടൻ വരാൻ പാടില്ലായിരുന്നു. പോകൂ. എനിക്ക് പോകാൻ ഇടമില്ല സൂസൻ. നീ ഇല്ലാതൊരു ജീവിതമില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം ഞാൻ പുറത്തോട് പറഞ്ഞല്ലോ. പിന്നെന്താ?
നമുക്ക് ഒരുമിച്ച് നമ്മുടെ മോനെ വളർത്താം. കഴിഞ്ഞതെല്ലാം മറക്കാം. ഇവിടെ കാണുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നാളെയല്ലേ കാണാമെന്ന് പറഞ്ഞിരുന്നേ. നാളെ മറ്റന്നാളും ഒക്കെ വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താ വല്ലാണ്ടിരിക്കുന്നത്? റെഡിയായി തോട്ടത്തിലേക്ക് പോവാ. ഇന്ന് ഞാൻ വരുന്നില്ല. എന്താ വേറെ ആരെങ്കിലും വരുമോ? അതല്ല, എനിക്ക് എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടാ. ഗ്ലാസ് മുഴുവൻ എടുത്തു നോക്കാം. എന്ത് പറ്റി മുഖത്തിന് പറഞ്ഞു കേട്ടില്ലേ? ഇതൊരു പ്ലേറ്റിലിട്ട് എടുക്ക, കഴിക്കാനുള്ള. സ്വപ്പം ഒഴിക്കട്ടെ. ശകല അകത്തുണ്ടെങ്കിൽ ഒരു രസമാ. മുതലാളിക്ക് ഒന്നും തോന്നരുത്. ഇന്ന് എനിക്ക് നല്ല സുഖമില്ല. നാളെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നാളെ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ. കുറച്ചേരം ഇരുത്തി ഞാൻ പോയിക്കോളാം. ഇന്ന് വേണ്ട, ദയവ് ചെയ്ത് മുതലാളിക്ക് പോണം. അങ്ങനെ പറഞ്ഞ എങ്ങനെ? നീ വാ. ഇന്ന് നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് എന്ത് പറ്റി? ഞാൻ തരുന്നൊന്നും പോരെ? കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഇറങ്ങി പോകുന്ന നല്ലത്. ആരോടാ സംസാരിക്കുന്ന അറിയാവോ? അറിയാം, അതുകൊണ്ട് തന്നെ പറയുന്നത്. നാളെ ഞാനിത് നാട്ടുകാരുടെ ഇടയിൽ പാട്ടാക്കും. ഭീഷണിയാണോ? അങ്ങനെ തന്നെ കരുതിക്കോ. ഞാൻ കുടിക്കും. എനിക്കെല്ലാം മറക്കണം. ഈ ഓർമ്മകൾ എനിക്കിത് വേണ്ട. നീ ആരാണ് എന്നെ തടയും? നീ ഇപ്പൊ എന്റെ ആരും അല്ലല്ലോ. എനിക്കത് ബോധ്യമായി. കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചു. എന്റെ പഴയ സൂസിന് തിരിച്ചു കിട്ടുമെന്ന് വ്യാമോഹിച്ചു. എന്തൊരു മടയനാണ് ഞാൻ. ഇനി എനിക്കെന്ത് ജീവിതം? എനിക്കാണ് ജീവിതമില്ലാത്തത്. ഹർഷേട്ടനുണ്ട്. ബോബി ഹർഷേട്ടൻ വളർത്തണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അവന്റെ അമ്മ പിഴച്ചവളാണെന്ന് മാത്രം അവനെ അറിയിക്കരുത്. കുടിക്കില്ല ഹർഷേട്ട. അവനെ ഓർത്തിട്ടെങ്കിലും കുടിക്കരുത്. കായംകുളത്ത് സെന്റ് ആന്റണി സ്കൂളിലുണ്ടവൻ. ഹർഷേട്ടൻ പോയി അവനെ കാണണം. നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ദൂരെ പോയി താമസിക്കണം. ഞാൻ ഞാനാ വിശ്വൻ. കഥ തുറക്കേ. ഇല്ല, നാളല്ലോ കളിയാ തോന്നുന്നത്. ഏയ്, ഇല്ലാതിരിക്കത്തില്ല. ലൈറ്റ് കിടക്കുന്ന കണ്ടില്ലേ? കുമുദം ചേച്ചിയേ, കഥ തുറക്ക്. ഞാനാ വിശ്വൻ. എന്താടാ തുറക്കാത്തത്? നമുക്കൊരു പാട്ട് പാടാം, അപ്പൊ തുറക്കും. എത്ര കാലം അപ്പുറത്തു ഇപ്പോഴും ദുഃഖ സത്യമേ. 1000 ഇനാക്കള ചുരുന്നു കൂടും നെഞ്ഞിടും മോഹം. 1000. എന്തു പറ്റി?
എത്ര നേരമായി ഞങ്ങൾ നിൽക്കുക. പൊയ്ക്കോടുന്നു. ഹ, അതെന്താ അങ്ങനെ? മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ. ചേച്ചി, ഇതെന്റെ ഫ്രണ്ട് ഗോപൻ. പോകാനല്ലേ പറഞ്ഞത്? ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. പോകാൻ ചേച്ചി അങ്ങനെയൊക്കെ പറയും. നീ വാടാ. പോകാൻ ഹ, അങ്ങനൊക്കെ പറഞ്ഞാ ചിലപ്പോ കുറച്ച് കഴിഞ്ഞേ പോകും. Get out. ചാകണം, എനിക്ക് ചാകണം. വേണ്ട ഹർഷിത, വേണ്ട. നിന്നെ ഞാൻ കൊല്ലും. എന്റെ കൈകൾ കൊണ്ട് തന്നെ നീ ചാകണം. ഈ നരകത്തിൽ നീ രക്ഷപ്പെടണം. ഞാനും മരിച്ചോളാം. എന്റെ മോൻ എന്നെപ്പോലെ അനാഥനായി വളർന്നോട്ടെ. കഥ തുറക്ക് സൂസൻ, കഥ തുറക്ക്, കഥ തുറക്ക്, തുറക്ക് സൂസൻ, കഥ തുറക്ക്. സൂസൻ, കഥ തുറക്ക് സൂസൻ. എന്നോട് ക്ഷമിക്ക്. നമുക്ക് പോകാം, ഇവിടെ വിട്ടു പോകാം സൂസൻ. എന്നോട് ക്ഷമിക്കൂ സൂസൻ. എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല. നമുക്ക് പോവാം. ഇനി ഞാൻ എങ്ങും വരില്ല. ഹർഷേട്ടൻ തനിയെ പോയാ മതി. സൂസൻ, സൂസൻ, ആത്മാവെന്നേ നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. വഞ്ചിക്കപ്പെട്ട നിമിഷം മുതൽ മരിക്കാൻ തയ്യാറായിരുന്നവളാണ് ഞാൻ. കുഞ്ഞിന് വേണ്ടി മാത്രമാ ജീവിച്ചത്. അവന്റെ അച്ഛന് വീണ്ടും ജീവനോടെ കണ്ടപ്പോ എന്ത് ദൈവമേ, സൂസൻ, എന്തൊരു സ്നേഹമായിരുന്നു ഹർഷേട്ട. ഹർഷേട്ടന്റെ ആ സൂസനെ മറക്കരുത്. എന്റെ സൂസൻ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. വേഗം പൊയ്ക്കോ. വേണ്ട സൂസൻ. ഇത് വേശ്യയായ കുമുദത്തിന്റെ വീടാ. ഇവിടെ വെച്ചാരും ഹർഷേട്ടനെ കാണരുത്. പൊയ്ക്കോ. വേണ്ട സൂസൻ. ബോബിയെ കൂട്ടി ദൂരെ ദൂരെ. വേണ്ട, വേണ്ട. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഉണ്ടായത്. ഇത് തന്നെയാവട്ടെ സത്യമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ കോടതിയുടെ മുമ്പിൽ അത് തെളിയിക്കുക കൂടി വേണം. അതുവരെ നിങ്ങളെ വിട്ടയക്കാൻ എനിക്ക് അധികാരമില്ല. വരൂ. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. ഗോപിയെ വിളിക്കൂ. പ്രസാദങ്കി എന്തു പറ്റിയെങ്കില്? പ്രസാദങ്ങൾ അല്ല മോനെ,
മോന്റെ ഡാഡിയാണ് ഞാൻ. അതെ, എന്റെ പൊന്നു മോന്റെ ഡാഡി. മമ്മി ഞാനും കൂടെ വരുന്നു. വേണ്ട, ഡാഡി പിന്നെ വന്ന് മോനെ കൊണ്ടുപോവാ. പിന്നെ എപ്പോ? കുറെ ദിവസം കഴിഞ്ഞ് തീർച്ചയായും ഡാഡി വരും.